സ്തോത്രം, പ്രൈസ് ലോർഡ്. സ്തോത്രം. ഈ രാത്രികാലം കടന്നു വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. ആമീൻ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നിന്നാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രാത്രികാലം ബാലശിക്ഷ ആ ഒരു ചിന്തയായിരുന്നല്ലോ നമ്മളോട് ദാസൻ ഷെയർ ചെയ്തത്. ഈ രാത്രികാലം ദാസിനെ ദൈവം ബലപ്പെടുത്തിട്ട് കർത്താവ് എന്നോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് എവർക്കും ആയിരിക്കാം. കർത്താവിൻ്റെവരെയും സഹായിക്കട്ടെ. സ്തോത്രം. ആമേൻ. താങ്ക് യു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ള ദൈവമക്കളെ, കഴിഞ്ഞ ദിവസം അഥവാ ഇന്നലെ രാത്രിയില് ബാലശിക്ഷ അഥവാ ഡിസിപ്ലിൻ എന്നുള്ള വിഷയത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾക്ക് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇനി താഴോട്ടുള്ള 17 വരെയുള്ള വാക്യങ്ങളുടെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. എബ്രായ ലേഖനകർത്താവ് ആദ്യത്തെ 4 വാക്യങ്ങൾ യേശുവിനെ നോക്കുക, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ നോക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക, പാപവും അതുപോലെ തന്നെ മുറുകെ പറ്റുന്ന ഭാരവും എല്ലാം വിട്ടിട്ട് ഓടുക. ഇതെല്ലാം നമ്മളോട് പറയുന്നത് നമ്മൾ ചില കാര്യങ്ങളെ കീപ്പപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താണ് അയഞ്ഞ മാതിരി കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യരുത്. കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുമെങ്കിൽ പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകണം. അത് ശുഷ്കാന്തിയോടെ ചെയ്യണം. അത് ഡിസിപ്ലിനോടെ ചെയ്യണം. എന്താണ് ഈ ഡിസിപ്ലിൻ? എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയപരിധി വെച്ചിട്ട് നമുക്ക് ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ എനിക്ക് 9 മുതൽ 11 വരെ ശുശ്രൂഷയുണ്ട് ബോസ്റ്റൺ പ്രയർ ലൈൻ. എന്നാൽ ഇന്ന് ഞാനല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ആ ശുശ്രൂഷ ഏറ്റെടുക്കത്തില്ല, മാറ്റി വെച്ചേനെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ അത്യാവശ്യം ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അത് എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കൊണ്ട് ഒത്തിരി പ്രാവശ്യം പ്രശ്നം ഉണ്ടാക്കിയതിനെയും ആ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞതിനുമായിരുന്നു. അവർക്ക് ജോലി ആയതുകൊണ്ട് സ്തോത്രം. കാരണം എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവപ്രവർത്തിക്ക് ഞാൻ മുൻഗണന കൊടുക്കും. മറ്റുള്ള എന്തെല്ലാം കാര്യങ്ങൾ എൻ്റെ മുന്നേ വന്ന് പറഞ്ഞാലും അതിനെയെല്ലാം ഞാൻ ആ ടൈമിൽ തീർത്തിട്ട് ഈ സമയത്ത് ചെയ്യും. അങ്ങനെ ഡിസിപ്ലിൻ നമുക്ക് കീപ്പപ്പ് ചെയ്യാനായിട്ട് പഠിക്കണം. അപ്പോൾ ആ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലശിക്ഷ എന്ന് പറയുന്നുണ്ട് ബാലനെ നടക്കേണ്ടുന്ന വഴിയിൽ നടത്തുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ടൈമിങ്ങിൽ അതനുസരിച്ചിട്ട് ചെയ്യാനായിട്ട് എനിക്കത് കഴിഞ്ഞ് 11:30 ആകുന്നോടനെ ഒരു സ്ഥലത്ത് ചെല്ലണം. 11 മണി വരെയാണ് മീറ്റിംഗ്. 9 മുതൽ 11 മണി. 11:30 ഉള്ളിൽ തന്നെ ഞാൻ ചെല്ലാമെന്നും പറഞ്ഞു. നോക്കണം, മീറ്റിംഗ് ഉണ്ട്, വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഞാൻ മീറ്റിങ്ങിന് കയറി. അപ്പം ഞാൻ കുറച്ച് സ്ട്രെസ്സിലായിരുന്നു. എനിക്ക് 10 മിനിറ്റ് നേരം ദൈവം റെസ്റ്റ് തന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് മുമ്പേ ശുശ്രൂഷിച്ചിരുന്ന ആള് എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്പസമയം നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാൻ സമയമെടുത്തു. എന്നിട്ട് എന്നോട് സോറി പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മാമ്മ സോറിയല്ല, ഞാൻ താങ്ക് യു പറയുക. എനിക്ക് 10 മിനിറ്റ് നേരം റെസ്റ്റ് ആവശ്യമായിരുന്നു. അത് ദൈവം തന്നതാ. ഞാൻ 10 മിനിറ്റ് നേരത്തെ ഇറങ്ങി എനിക്ക് പോകാനുള്ള കാര്യം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ഞാൻ എന്തെങ്കിലും മുടക്കിയോ? ഇല്ല, എല്ലാം ഭംഗിയായി ചെയ്തു. അതിനെ നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമുക്ക് ചില കാര്യങ്ങൾ, നമ്മുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യാറുണ്ട്, എന്നാൽ ദൈവിക വിഷയങ്ങളുമുണ്ട്. എല്ലാം നമ്മൾ ഡിസിപ്ലിനോടുകൂടി ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. നമുക്കിപ്പം കൊച്ചു കുഞ്ഞുങ്ങളാവുന്ന അവർക്ക് അതറിയത്തില്ല, അവരെ പഠിപ്പിക്കണം. അതുപോലെ തന്നെ വീട്ടിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇനി അതിനുശേഷം അപ്പോൾ ആ എഴുതിയ ലേഖകർത്താവ് പറയുന്നത് എന്നാണെന്നറിയാമോ? 12 മുതൽ 14 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചാണ്. ആകയാൽ കൈയും പിഴഞ്ഞു മുഴങ്കാലും നിവർത്തുവേ,
മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാക്കേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുകയും എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അപ്പം അതിനകത്തിലെല്ലാം പറയുന്നത് എന്താണ്? തളർന്ന കയ്യ്, കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുകയും എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, എല്ലാം നിവർത്തണം, എല്ലാ കാര്യങ്ങളും ക്രമവും ചന്തവുമായി നടത്തണം. നമ്മുടെ കർത്താവ് ക്രമക്കേടിന്റെ ദൈവമല്ല, എല്ലാം ക്രമവും ചന്തവും ഉചിതവുമായിട്ട് നടത്തുന്നതാണ്. എന്ന് പറയണം, മുടന്നുള്ളത് ഉടുങ്ങി പോകാതെ ഭേദമാകേണ്ട നിങ്ങളുടെ കാലിന് പാത നിരത്തുവിൻ. ആരാ പാത നിരത്താക്കേണ്ടിയെന്ന് പറഞ്ഞെങ്കിൽ ദൈവമാണോ നമ്മളാണോ? എന്നിട്ട് നമ്മൾ ആരോടെ പറയുന്ന കർത്താവ് പാത നിരപ്പാക്കി തരണേന്ന്? നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്യണം. കർത്താവ് സഹായിക്കും, ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കും. ഞാനാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന കാര്യങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന വിഷയങ്ങൾ എല്ലാം അത്ഭുതകരമായിട്ട് നടത്തി ദൈവം തരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നടത്തി തരും. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടരുത്, എല്ലാം നിരപ്പാക്കിയെടുക്കണം. എങ്ങനെ നിരപ്പാക്കാൻ പറ്റും? നമ്മൾ ക്രമീകരിക്കണം. നമ്മുടെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് പോകണം. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാൻ അറിയാം, എല്ലാവർക്കും അറിയാം, ആർക്കും അറിഞ്ഞുകൂടാത്തവരുണ്ട്. കാരണം ഞാൻ വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ, ജോലിയുള്ള സമയത്ത്, എനിക്ക് ജോലി ഉണ്ടായിരുന്ന സമയത്ത് ഇഷ്ടം പോലെ സമയം കിട്ടുമായിരുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ജോലി ഇല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സമയം കിട്ടത്തില്ല. എന്താ കാര്യം എന്നറിയാമോ? മടി, സമയം കിട്ടാത്തത്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ സമയത്തെ ഞാൻ അതിനനുസരിച്ച് ഉപയോഗിക്കും. സമയം വേസ്റ്റ് ചെയ്യാതെ നമ്മൾ ആ സമയത്തെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അതാണ് എല്ലാം നിരപ്പാക്കണം എന്ന് പറഞ്ഞത്. നമ്മുടെ കാലിന് പാത നിരത്തുകയും, നമ്മൾ പോകാനുള്ള വഴികളെയൊക്കെ നിരത്തുകയും. എന്നിട്ട് പറയുന്നത് എല്ലാവരോടും എന്ത് ചെയ്യണം? സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിച്ച്, ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കർത്താവിനെ കാണുകയില്ല. ഇനി നിങ്ങൾ നോക്കണം, കർത്താവ് ചെയ്യാൻ പോകുന്നത് ഞാൻ നമ്മളെ ഒന്ന് കാണിക്കാം. യെശയ്യാ പ്രവചനം 35-ാം അധ്യായത്തിലാണ് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാണ്. യെശയ്യാവ് 35-ന്റെ 1 മുതൽ 5 വരെ. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും കോശത്തോടും കൂടെ ഉല്ലസിക്കും. ലെബനോന്റെ മഹത്വവും കർമ്മേലിന്റെയും ശാരോന്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിന്റെ തേജസ്സും കാണും. തളർന്ന കൈകളെ ബലപ്പെടുത്തുകയും കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുകയും മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുകയും ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറവീൻ. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെവിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവ് ഉല്ലസിച്ച് ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളം മതി. ഈ പറഞ്ഞേക്കുന്നതെല്ലാം കർത്താവ് വന്നപ്പോൾ നടത്തിയ കാര്യങ്ങളാണ്. അത് യോഹന്നാന്റെ ശിഷ്യന്മാർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീയാണോ വരുവാനുള്ളവൻ, നീയാണോ അതോ ഞങ്ങൾ വേറൊരാൾക്ക് വേണ്ടി കാത്തിരിക്കണോ എന്ന് പറഞ്ഞപ്പം കർത്താവ് ഒരുപാട് പേരെ സൗഖ്യമാക്കി. കുരുടന്മാരെ കണ്ണു തുറന്നു, മുഴന്തർ നടക്കുന്നു, ചെവിയർ കേൾക്കുന്നു. ഇതെല്ലാം ചെയ്തതിന് ശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾ കണ്ടതും കേട്ടതും ചെന്ന് യോഹന്നാനെ അറിയിപ്പീൻ. യോഹന്നാന്റെ ചോദ്യത്തിന് മറുപടി അല്ല കൊടുത്തത്, ആണോ? ചോദ്യം എന്തായിരുന്നു? നീയാണോ വരുവാനുള്ളത് അതോ ഞങ്ങൾ മറ്റുള്ളവരിന് കാത്തിരിക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് ഇത് ചെയ്ത് കാണിച്ചു. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെശയ്യാ പ്രവചനം 35-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നവൻ ഞാൻ തന്നെ എന്ന് ആർക്ക് മനസ്സിലാകും? യോഹന്നാന് മനസ്സിലാകും. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, നിങ്ങൾ കണ്ടതും കേട്ടതും ചെന്നൊക്കെ പറഞ്ഞേച്ചാൽ മതി. അതാർക്ക് മനസ്സിലാകും? യോഹന്നാന് മനസ്സിലാകും.
യോഹന്നാൻ ചിന്തിച്ചത് എന്നെ ജയിലിൽ നിന്ന് ഇറക്കി കൊണ്ടുവരും എന്നങ്ങനെയൊക്കെയാണ് യോഹന്നാൻ ചിന്തിച്ചത്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും കർത്താവ് ഇതിന്റെ മേൽ എന്താ പ്രവർത്തിക്കാത്തത്, ദൈവം പ്രവർത്തിക്കാത്തത് എന്താണെന്ന് ചോദിക്കാതെ നമ്മൾ പോകുന്ന പാത അത് നിരപ്പാക്കി നടക്കേണ്ട ജോലി നമ്മുടേതൂടെയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നതാണ്, മരുഭൂമിയും വരണ്ട ദിനവും ആനന്ദിക്കും, നിർജ്ജനഘോഷം പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും, അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടെയും ഘോഷത്തോടെയും കൂടി ഉല്ലസിക്കും. ലെബാനോനിലെ മഹത്വവും കർമ്മേലിന്റെ ശാരോന്റെ ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വത്തിന്റെ തേജസ്സും കാണും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ വരവെങ്കിൽ ഇതെല്ലാം നടക്കും. അങ്ങനെ കർത്താവ് വന്നു, ഇതെല്ലാം നമുക്ക് ചെയ്തു, മഹത്വം കാണാനുള്ള യോഗ്യതയും നമുക്ക് തന്നു. പക്ഷെ നമ്മളിപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അത് കാണാനായിട്ട് പഠിക്കണം. അതിനെന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. അതാണ് സമാധാനം അനുസരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും എന്ത് ചെയ്തില്ല? കർത്താവിനെ കാണുകയില്ല. അപ്പൊ നമ്മുടെ ജോലി ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ മഹത്വം വെളിപ്പെടുന്നു. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ തേജസ്സേറിയ ശുശ്രൂഷയാണ്. മോശ ചെയ്തതിലും കൂടിയ ശുശ്രൂഷയാണ് പുതിയ നിയമസഭയ്ക്ക് വന്നിരിക്കുന്നത്. എന്നിട്ട് അത് വെളിപ്പെടുന്നുണ്ടോ? അവിടെ എവിടെ പൂത്തിരി കത്തിക്കുന്ന മാതിരി എവിടെ ഒന്നോ രണ്ടോ നടക്കുന്നുണ്ടോ? അതല്ല വേണ്ടിയത്. ശക്തമായിട്ട് ലോകം കീഴ്മേൽ മറിയത്തക്ക രീതിയിൽ നടക്കണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു മാനസാന്തരം ഉണ്ടാകണം. ഇനിയും അതിന്റെ 12:15 വായിക്കുന്നു, ജാഗ്രതയായിരിക്കും, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ചു പൊങ്ങി കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മല്ലപ്പെടുവാനും ഇടയാകുമല്ലോ. അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലയോ? അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇന്ന് ഞാൻ ഒരു സാക്ഷ്യം കേട്ടു. ഒരു അഡ്വക്കേറ്റ്, എറണാകുളത്തുള്ള ഒരു അഡ്വക്കേറ്റ്, സ്മിത എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ്, അവർക്കുണ്ടായ ആക്സിഡന്റിൽ നിന്നും അവർക്കുണ്ടായ ഒരു വീഴ്ചയിൽ നിന്നും ദൈവം അവർക്ക് കൊടുത്ത വിടുതലും അവരെ ദൈവഭാഗത്ത് വന്നതും ഒക്കെ ഉള്ള ഒരു വലിയ സംഭവം. അവര് വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. അവര് അതിനുവേണ്ടി ആഗ്രഹത്തോടെ വിശ്വസിച്ചു. അവരന്വേഷിച്ചു. വിശ്വാസം പറയുന്നവരെ അന്വേഷിച്ചു. വിശ്വാസത്തിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നു. എന്തുകൊണ്ടാ? അവർക്ക് ആവശ്യക്കാരായിരുന്നു. ആവശ്യക്കാർക്ക് വേണ്ടിയാണ് ആര് പ്രവർത്തിക്കുന്നത്? കർത്താവ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പറഞ്ഞ പോലെ മോനിച്ചായൻ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ലല്ലോ എന്തോ ചെയ്യുമെന്നാണ് ചോദിച്ചത്. അത് കേട്ടപ്പോൾ എനിക്ക് വലിയ പ്രയാസം തോന്നി. അപ്പൊ നടക്കാനല്ലയോ പ്രാർത്ഥിക്കുന്നത്? സങ്കീർത്തനം 34:8 മുതൽ 14 വരെയുള്ള വാക്യം വായിച്ചാലോ? യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളോ ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ്സ് ഇച്ഛിക്കുകയും ചെയ്യുന്നവനാർ. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. സമാധാനം അന്വേഷിച്ച് എന്ത് ചെയ്യുക? പിന്തുടരുക. അത് സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ സമാധാനം അന്വേഷിക്കണം.
യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. അനേകരെ രുചിച്ചറിഞ്ഞല്ല നടക്കുന്നത്. ദൈവമക്കളെ, ഞാൻ നല്ലവണ്ണം രുചിച്ചറിഞ്ഞ ദൈവത്തെ സേവിക്കുന്നത്. ആ രുചിച്ചറിഞ്ഞതിന്റെ കാര്യം കൊണ്ടാണ് ഞാൻ പലപ്പോഴും നിങ്ങളോട് സാക്ഷ്യമായിട്ടും പറയുന്നത്. അതുകൊണ്ട് ദൈവകൃപ വിട്ട് പിന്മാറി പോകുന്ന അനേകര് പോകുന്നുണ്ട്. എന്താ കാര്യം? അവർക്ക് ഡിസിപ്ലിൻ ഇല്ല. എന്തില്ല? ഡിസിപ്ലിൻ ഇല്ല. എങ്ങനെയെങ്കിലും ഒക്കെ മതി, എങ്ങനെയെങ്കിലും ജീവിച്ച. അങ്ങനെയല്ല ജീവിതം. നമ്മുടെ ജീവിതത്തിൽ ഞാൻ വേറൊരു ഉദാഹരണം പറയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ 40 സിഗരറ്റ് വലിക്കുമായിരുന്നു. 40, 2 പാക്കറ്റ് സിഗരറ്റ്. ഒരു പാക്കറ്റ് സിഗരറ്റിന് കുറഞ്ഞത് ഒരു 5 മിനിറ്റ്, ഒരു മിനിമം അല്ലെ 4 മിനിറ്റ്. അപ്പം 4-5 മിനിറ്റ് ഒരു സിഗരറ്റ് വലിക്കാൻ ഉപയോഗിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്ര സമയം ഈ 40 സിഗരറ്റ് വലിക്കുന്നതിന് വേണ്ടി എടുക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി. 4 മിനിറ്റ് നോക്കി. അപ്പോൾ 1 മണിക്കൂർ, 1.5 മണിക്കൂർ അതിൽ കൂടുതൽ എടുക്കും. 5 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ എടുക്കും. അപ്പൊ ഈ 2 മണിക്കൂർ സമയം ഞാൻ എന്ത് ചെയ്യായിരുന്നു? എൻ്റെ ജീവിതം ഒരു ദിവസത്തിൽ ഞാൻ വെറുതെ കളയുമായിരുന്നു. ആ 2 മണിക്കൂർ സമയം if I spend with God, with the word of God, ദൈവവചനത്തോട് ഞാൻ അതിനെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തുമാത്രം അനുഗ്രഹം കിട്ടും. നമ്മൾ എത്ര സമയം വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുന്നു. എല്ലാവരും പറയാം എനിക്ക് സമയം കിട്ടുന്നില്ലെന്ന്. ജോലി ചെയ്യുന്നവർക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും. ജോലി ഇല്ലാത്തവർക്ക് സമയം കിട്ടാത്ത കാരണം വേസ്റ്റ് ചെയ്ത് പോവുക. അത് കാരണം ചിന്തിക്കുന്നില്ല, എൻ്റെ സമയം യൂട്ടിലൈസ് ചെയ്യാൻ അറിയത്തില്ല. എന്ത് ചെയ്യണം? ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കുക. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. സമാധാനം അന്വേഷിച്ച് പിന്തുടരണം. ജാഗ്രതയായിരിക്കും. ആരും ദൈവകൃപ പിന്മാറുകയും വല്ല കയ്പുള്ള പേര് മേടിച്ചുകൊണ്ട് ആവശ്യമില്ലാത്തതിന്റെ പിന്നാലെ ഒന്നും പോകരുത്. എന്നിട്ട് എബ്രായ ലേഖനകർത്താവ് ഉദാഹരണം പറയുന്നത് നോക്കണം. എബ്രായ ലേഖനം 12-ന്റെ 16-17 വാക്യം ഒന്ന് വായിച്ചാണ്. ദുർനടപ്പുകാരൻ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുകയും അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട മനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. മക്കളെ, ഏശാവ് ദൈവം കൊടുത്ത ആദ്യജാതൻ എന്ന പദവി അതെന്ത് ചെയ്തു അദ്ദേഹം? ദൈവം എന്തുകൊണ്ട് ആ മനുഷ്യനെ വെറുക്കുന്നു എന്നെഴുതിയെന്നറിയാമോ? ഞാൻ ദ്വേഷിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മലാഖി പ്രവചനത്തിനകത്ത് ഒന്ന് വായിച്ച്. മലാഖി പ്രവചനം എടുത്തെടുത്താണ്. മലാഖി പ്രവചനം 1-ാം അധ്യായം 1-2 വാക്യം ഒന്ന് വായിച്ചേട്ട്. പ്രവാചകൻ മലാഖി മുഖാന്തരം ഇസ്രായേലിനോട് യഹോവയുടെ അരുളപ്പാട്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നുവെന്ന് ചോദിക്കുന്നു. ഏശാവ് യാക്കോബിന്റെ സഹോദരനല്ലയോ? എങ്കിലും ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഏശാവിനെ ഞാൻ ദ്വേഷിച്ച് അവന്റെ പർവ്വതങ്ങളെ ശൂന്യമാക്കി അവന്റെ അവകാശത്തെ മരുഭൂമിയിലെ കുറുനരികൾക്ക് കൊടുത്തിരിക്കുന്നു. മതി. എന്താ കാര്യം? ദൈവമക്കളെ, ആദ്യജാതൻ എന്നുള്ള പദവി അത് വെറും ഒന്നുമില്ല എന്ന് കരുതി അതിനെ ഒരു ദിവസത്തെ അല്ലെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വിറ്റ് കളഞ്ഞ മനുഷ്യനാണ്.
ആദ്യജാതൻ എന്നുള്ള പദവി ഇന്നും അനേക ദൈവദാസന്മാർക്കും ദാസിമാർക്കും പറ്റിയിരിക്കുന്ന പരാജയം ഇവിടെയാണ്. ആദ്യജാതൻ എന്നുള്ള പദവിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ പദവിയിലുള്ള മഹത്വം എന്താണെന്നും ആ പദവി കൊണ്ടുള്ള പ്രയോജനം എന്താണെന്നും പലർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ദൈവവചനം അറിയായ കൊണ്ട് എന്റെ ദിനം നശിച്ചു പോകുന്നു എന്ന് പറയുന്നത്. അവരറിവില്ലായ്മയാൽ അവർ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആ അനുഭവം ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളാനാ പറഞ്ഞത്. പിന്നീട് പ്രാർത്ഥിച്ചു, പിന്നീട് ഒത്തിരി കരഞ്ഞു, പ്രയോജനം ഉണ്ടായില്ല, തള്ളപ്പെട്ടു. റോമാലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യമില്ലായിരുന്നുവല്ലോ. എന്നാൽ നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു, ഇപ്പോഴോ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നു തന്നെ. അതൊന്ന് വായിച്ചാൽ കർത്താദാസി റോമാലേഖനം 6:20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. അതിന്റെ അവസാനം മരണമല്ലോ. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്ത്യം നിത്യജീവനുമാകുന്നു. പാപത്തിന്റെ ശമ്പളമോ മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഇതിന്റെ അർത്ഥമൊക്കെ വലിയ ആഴമേറിയ വിഷയമാണ്. അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഈ ആദ്യജാതൻ എന്നുള്ള പദവിയെ വൃഥാവാക്കി കളഞ്ഞത് ഏശാവ്. മക്കളെ, ഇത് നിസാര കാര്യമൊന്നുമല്ല. ആദ്യജാതൻ എന്നുള്ള പദവി അത് ക്രിസ്തുവിനോട് സമമാണ്. ആദ്യജാതൻ എന്നുള്ള പദവി സ്വർഗത്തിലെ സകലതും ഭൂമിയിലെ സകലതും അവനുള്ളതാണ്, ആദ്യജാതനുള്ളതാണ്. അത് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. യെശയ്യാപ്രവചനത്തിനകത്ത് ഞാൻ പെട്ടെന്ന് വായിച്ചു വിടുകയാണ്. യെശയ്യാപ്രവചനം 51-ാം അധ്യായത്തിന്റെ 1-2 വാക്യത്തിനകത്ത് പറയുന്നത്, നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. ആദ്യം എന്ത് ചെയ്യണം? നീതിയെ പിന്തുടരാൻ പഠിക്കണം. എന്താണ് ദൈവനീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദൈവനീതി എന്ന് പറയുന്നത് ദൈവം നമ്മൾ നീതിയോടെ കൽപ്പിച്ചാൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, വിധി എന്താണ്, അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവേൻ. അതെന്താണ്? 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയിലേക്കും തിരിഞ്ഞു നോക്കുവേൻ. എന്താണ് വെട്ടിയെടുത്ത പാറയെന്നും കുഴിച്ചെടുത്ത ഗർഭകനിയെന്നും പറഞ്ഞിരിക്കുന്നത്? അതവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു, അവനെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ചും ഇരിക്കുന്നു. ഇതാണ് എക്സാമ്പിൾ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു, അനുഗ്രഹിച്ചു, വർദ്ധിപ്പിച്ചു ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അബ്രഹാമിന് കൊടുത്ത സെയിം പ്രൊസീജിയറിലൂടെ നമ്മളെ നടക്കാൻ പഠിക്കണം. അത്രേ ഉള്ളൂ. അതിന് നീതിയെ പിന്തുടരണം. അതുകൊണ്ടാണ് നമ്മളെ എന്താ ചെയ്യണം? നമ്മളെ തന്നെ ഡിസിപ്ലിൻ ആക്കണം. നമ്മളെ തന്നെ എന്ത് ചെയ്യണം? നേരെ ആക്കി കൊണ്ട് നടക്കേണ്ട ജോലി അവരവരുടേതാണ്. അതാണ് എബ്രായ ലേഖനകർത്താവ് മേലെ നമ്മളോട് പറഞ്ഞത്. എബ്രായ ലേഖനത്തിൽ 3-ാം അധ്യായത്തിന്റെ 12-13 വാക്യത്തിനകത്ത് പറഞ്ഞ, സഹോദരന്മാരെ, ജീവനുള്ളത് ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവേൻ. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചു. ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എന്താണ് ഇതെല്ലാം പറഞ്ഞു തരുന്നതെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ,
ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നതെല്ലാം, നമ്മളോട് എക്സാമ്പിൾ സഹിതം പറയുന്നത്, നമ്മളെ നിയന്ത്രിക്കണം, ശുദ്ധീകരിക്കണം. ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡിസിപ്ലിനും കൂടെ നടത്തണം. നമ്മള് ദൈവസന്നിധി വിട്ട് പോകരുത്. അങ്ങോട്ട് അടുത്ത് ചെല്ലും തോറും ദൈവം നമ്മളോട് അടുത്ത് വരികയും നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ വായിച്ച എബ്രായ ലേഖനം 12:10-11 വായിച്ച് നമ്മളിവിടെ അവസാനിപ്പിക്കാം. അത് ഇംഗ്ലീഷ് വായിച്ചാണ് കർത്താദാസനെ, അതിന്റെ 10-11. They disciplined us for a little while as they thought best, but God disciplines us for our good, in order that we may share in His holiness. No discipline seems pleasant at the time, but painful. Later on, however, it produces a harvest of righteousness and peace for those who have been trained by it. ആ ഡിസിപ്ലിന് ട്രെയിൻ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പീസ് കിട്ടും, സമാധാനം കിട്ടും. Righteousness and peace, those who have been trained by it. ഇതുകൊണ്ടാണ് നമ്മള് ഈ ശിക്ഷ എന്ന് വായിച്ച് മനുഷ്യനെ പേടിപ്പിച്ചിട്ടിരിക്കുകയാണ്. അതല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മളെ തന്നെ ക്രമപ്പെടുത്തി നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ നടക്കേണ്ട വിധം നടന്നാൽ ഉണ്ടാകുന്ന അനുഭവം. എന്നിട്ട് പറയാണ്, യേശാവിനെ പോലെ നശിച്ചു പോകരുത്, നമുക്ക് വാണിംഗ് തരികയാണ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ നിങ്ങളുടെ തളർന്ന കൈയും മുഴങ്കാലും നിവർത്തുവീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ നേരെയാക്കണം. നിങ്ങൾ സ്ട്രൈറ്റ് അപ്പ് ചെയ്യണം. We have to straighten up ourselves. Wake up. Do whatever the Lord said. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന മക്കളെ. ഞാനിന്ന് പറഞ്ഞല്ലേ, ഇന്ന് ഞാനല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി ആരെന്ന് ചെയ്യത്തില്ല, ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്കും ഹാർഡായിരുന്നു. കാരണം എനിക്കറിയാം, എൻ്റെ കർത്താവിനറിയാം ഞാനത് ചെയ്യുമെന്നറിയാം. അതും ചെയ്യും ഇതും ചെയ്യുമെന്നറിയാം. കാരണം ദൈവം ആ ശക്തി എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ മടിയനായിട്ട് ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ദൈവമക്കളെ, നമ്മൾ മടിയരായി തീരരുത്. ശുഷ്കാന്തിയോടെ ഡിസിപ്ലിനോടെ ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. എങ്കിൽ മാത്രമേ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കത്തുള്ളൂ. ആ ദൈവത്തെ കാണാം, ആ ദൈവത്തിൽ ആസ്വദിക്കാം, ആ ദൈവത്തിന്റെ സമാധാനം നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഈ രാത്രികാലം നമ്മളെ കേൾപ്പിച്ച നല്ല ദൈവികാലോചനയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ഡിസിപ്ലിൻ എന്നൊരു കാര്യമാണല്ലോ, അല്ലെ ബാലശിക്ഷ. അതാണല്ലോ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഗുണവും ദോഷങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ആമേൻ. ദൈവം ദോഷമായിട്ട് നമുക്കൊന്നും ചെയ്യുന്നില്ലല്ലോ. ഒരപ്പൻ ആ ഒരു കുഞ്ഞിനെ നടത്തുന്നത് പോലെ ആമേൻ നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനായിട്ട് ഒരുപക്ഷെ ശിക്ഷകൾ ബാലശിക്ഷയൊക്കെ അനുവദിച്ചെന്നിരിക്കും. സ്തോത്രം. ഞാൻ പെട്ടെന്ന് ഇന്ത്യക്കായിരുന്നു. ഒരുപക്ഷെ പൗലോസിന്റെ കാര്യം തന്നെ നോക്കിയാൽ നമുക്കറിയാം. ഓടുന്ന പൗലോസിനെ പിടിച്ച് അവന്റെ ദോഷത്തിനായിട്ടല്ലായിരുന്നു, അവനെ ഒരു ബാലശിക്ഷ കഴിച്ച് നോക്കിക്കേ പൗലോസ് എവിടെ എത്തി എന്ന് പറഞ്ഞതുപോലെ സ്തോത്രം നമ്മളായിരിക്കേണ്ട സ്ഥാനത്ത് നമ്മളെ കൊണ്ടുവരുവാനായിട്ട് ആമേൻ. സ്തോത്രം. ആമേൻ. കർത്താവ് ഒരുപക്ഷെ ശിക്ഷിച്ചു എന്നിരിക്കാം. സ്തോത്രം. ആ ശിക്ഷ നിരസിക്കാതെ ആമേൻ ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് എന്ത് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിലായി തീരുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. അപ്പോൾ തന്നെ യേശാവിനെ പോലെ ആമേൻ ലഭിച്ച പ്രിവിലേജസ്, ഫസ്റ്റ് ബോൺ ആദ്യജാനം എന്നുള്ളതായ പ്രിവിലേജസ് ഒക്കെ താൻ തന്നെ കളഞ്ഞു കുളിക്കുന്നതായിട്ട് നമുക്ക് കാണാമല്ലോ. നമുക്കത് വന്ന് ഭവിക്കരുത്. നമുക്ക് തന്നിരിക്കുന്ന സമയം, നമുക്ക് തന്നിരിക്കുന്ന താലന്ത്, നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യം എല്ലാം അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനായിട്ട് കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനം പറഞ്ഞു അതിനായിട്ട് സഹായിക്കട്ടെ. ആമേൻ. കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. പ്രാർത്ഥനയോടുകൂടെ വീണ്ടും ആയിരിക്കാമല്ലോ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ.